നമസ്കാരം. ലോകത്തെ ഏതൊരു മനുഷ്യനും നിയമത്തിന് മുന്നിൽ തുല്യമാണ്. അധികാര കസേരയിൽ ഞെളിഞ്ഞിരുന്നുകൊണ്ട് ലോകത്തിന്റെ നീതിയും ന്യായവും കാറ്റിൽ പറത്തി സ്വയം പ്രഖ്യാപിത ഭരണാധികാരി ചമഞ്ഞാൽ അത് അനുവദിച്ചു കൊടുത്തുകൊണ്ട് ട്രംപിന്റെ കാൽ കലോച്ചാനിച്ചു നിൽക്കുന്ന ലോകമല്ല ഇന്നുള്ള. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ അധിക തീരുവയും പകരച്ചുങ്കവും റദ്ദാക്കി US സുപ്രീം കോടതി ഉത്തരവ്. ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയുടെ നിർണായക നടപടി. ട്രംപിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് വിധി. ദേശീയ അടിയന്തരാവസ്ഥകളിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ള 1977 ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക്സ് പവേഴ്സ് ആക്ട് ഉപയോഗിച്ചാണ് ട്രംപ് തീരുവകൾ അടിച്ചേൽപ്പിച്ചതെന്നും ഇത് അധികാര പരിധിയുടെ ലംഘനമാണെന്നും സുപ്രീം കോടതി വിധിയിൽ ശക്തമായി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും വിവാദങ്ങളുടെ കേന്ദ്രത്തിൽ അങ്ങനെ കുടുങ്ങുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച അധിക തീരുവകളും പകരച്ചുങ്കങ്ങളും നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി എടുത്ത തീരുമാനം ഒരു സാധാരണ നിയമ നടപടി മാത്രമല്ല, അതിക്രമാധികാരത്തിനെതിരായ ശക്തമായ മുന്നറിയിപ്പാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും വ്യക്തിപരമായ അഹങ്കാരവും രാഷ്ട്രീയ ആധിപത്യവും എല്ലാം ഇനി അന്താരാഷ്ട്ര ബന്ധങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കില്ല എന്ന സന്ദേശവുമാണ് ഈ വിധി നൽകുന്നത്. ട്രംപിന്റെ ഭരണകാലം മുതൽ തന്നെ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം സാമ്പത്തിക ദേശീയതയുടെ മറവിൽ പലപ്പോഴും വ്യാപാര യുദ്ധങ്ങളായി മാറി. ചൈനയോടും യൂറോപ്യൻ യൂണിയനോടും ഇന്ത്യയോടും അടക്കം വിവിധ രാജ്യങ്ങളോട് കഠിനമായ തീരുവകൾ ഏർപ്പെടുത്തിയത് ആഗോള വ്യാപാര രംഗത്ത് അസ്വസ്ഥത സൃഷ്ടിച്ചു. ഇതിൽ സാമ്പത്തിക തന്ത്രം ഉണ്ടായിരുന്നുവെങ്കിലും അതിനൊപ്പം വ്യക്തിപരമായ രാഷ്ട്രീയ ശക്തി പ്രദർശനവും അഹങ്കാരപരമായ തീരുമാനങ്ങളും ഉണ്ടായിരുന്നു എന്ന വിമർശനം ശക്തമായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ആ നടപടികൾ നിയമപരമായി നിലനിൽക്കില്ല എന്ന് വ്യക്തമാക്കിയതോടെ ഭരണാധികാരത്തിന്റെ പരിധി എന്താണെന്ന് ലോകം വീണ്ടും കാണുകയാണ്. ഒരു നേതാവിന്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്കും രാഷ്ട്രീയ പ്രസ്താവനകൾക്കും മുകളിലാണ് നിയമവും ഭരണഘടനയും. ജനാധിപത്യത്തിൽ അധികാരം ലഭിക്കുന്നത് ശാശ്വതമായ അധികാരമല്ല, ഉത്തരവാദിത്തത്തോടെയുള്ള താൽക്കാലിക വിശ്വാസമാണ്. ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി പലപ്പോഴും സംഘർഷഭരിതമായിരുന്നു. ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എതിരാളികളെ കടുത്ത ഭാഷയിൽ ആക്രമിക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ സഖ്യങ്ങളെ പോലും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്ത സമീപനം ശക്തി പ്രകടനമായി ചിലർ കണ്ടെങ്കിലും പലർക്കും അത് അനിശ്ചിതത്വത്തിന്റെയും ഭീഷണിയുടെയും രാഷ്ട്രീയമായി തോന്നി. ലോക നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് വേണ്ടത് ധൈര്യത്തിനൊപ്പം നിയന്ത്രണവും ശക്തിയോടൊപ്പം വിവേകവുമാണ്. അതാണ് ഇവിടെ നഷ്ടമായതെന്ന വിലയിരുത്തലുകൾ ഉയർന്നു. സുപ്രീം കോടതിയുടെ ഈ തീരുമാനം ഒരാളുടെ അധികാരം എത്ര വലുതായാലും നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സത്യത്തെ വീണ്ടും ഉറപ്പിക്കുന്നു. ഇത് ട്രംപിനെ മാത്രം ബാധിക്കുന്നതല്ല, ലോകമെമ്പാടുമുള്ള അധികാരവാദ പ്രവണതകൾക്കുള്ള മുന്നറിയിപ്പാണ്. ജനങ്ങളുടെ പിന്തുണയെ വ്യക്തിപരമായ അനുമതി പത്രമായി തെറ്റിദ്ധരിക്കുന്ന നേതാക്കൾക്ക് സ്ഥാപനങ്ങൾ ഇപ്പോഴും ശക്തമാണെന്നും ജനാധിപത്യം ഇപ്പോഴും ജാഗരൂകരാണെന്നും കാണിക്കുന്ന നിമിഷം. ഇത് ആഗോള രാഷ്ട്രീയത്തിനും ഒരു പാഠമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഭീഷണികളിലും തീരുവകളിലുമല്ല, പരസ്പര ബഹുമാനത്തിലും നിയമപരമായ ചട്ടങ്ങളിലുമാണ് നിലനിൽക്കേണ്ടത്. ഇന്ത്യയെ പോലുള്ള ഉയർന്നു വരുന്ന സാമ്പത്തിക ശക്തികളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നതിലൂടെ ദീർഘകാലത്തിൽ നഷ്ടമാകുന്നത് വിശ്വാസവും സഹകരണവുമാണ്. സാമ്പത്തിക ശക്തി ഉപയോഗിച്ച് രാഷ്ട്രീയ മേൽക്കോയ്മ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് 21ാം നൂറ്റാണ്ടിലെ ലോകമിനി എളുപ്പത്തിൽ അംഗീകരിക്കില്ല. ട്രംപിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കുമെന്ന് കാലമാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, വ്യക്തിപരമായ അഹങ്കാരത്തിൽ പണിത രാഷ്ട്രീയ കെട്ടിടങ്ങൾ സ്ഥിരതയുള്ളതായിട്ടില്ല. ജനാധിപത്യ സ്ഥാപനങ്ങളും നിയമ സംവിധാനങ്ങളും ശക്തമായി നിലകൊള്ളുമ്പോൾ അധികാരത്തിന്റെ അമിത പ്രയോഗം ഒടുവിൽ തകർന്നടി. ലോകമിനി ഭയത്തോട് ചേർന്ന ശക്തിയുടെ നാടകങ്ങൾ കാണാൻ തയ്യാറല്ല. ഉത്തരവാദിത്തമുള്ള നേതൃപാടവം, നിയമബോധം, അന്താരാഷ്ട്ര സഹകരണം, ഇതാണ് കാലത്തിന്റെ ആവശ്യം. അതിനുമേൽ ഉയരുന്ന ഏത് അഹങ്കാരവും എത്ര ശക്തമായാലും ഒടുവിൽ ജനാധിപത്യത്തിന്റെ മതിലുകൾക്കുള്ളിൽ ഒടുങ്ങേണ്ടി വരും. ആ മതിലുകളിൽ നിന്നൊരു ശബ്ദം മുഴങ്ങുന്നു: അധികാരം ശാശ്വതമല്ല, നിയമം ശക്തമാണ് എന്ന സത്യം.